ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതൊരു ട്രാവൽ വ്ളോഗാണ് കേട്ടോ. വൺ ഡേ പോകാൻ പറ്റിയ കുറച്ച് ഡെസ്റ്റിനേഷനാണ്. അപ്പോൾ ഇതിന് ഒരു സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ കുക്കീനെ അറിയാമല്ലോ എല്ലാവർക്കും. കുക്കിയുടെ ഫസ്റ്റ് ട്രിപ്പാണ് കേട്ടോ. കുക്കിയുടെ ഫസ്റ്റ് ട്രിപ്പ് കൊച്ചി ടു പത്തനംതിട്ട വരെയാണ് ഞങ്ങൾ ട്രാവൽ ചെയ്തത്. ഒരു വൺ ഡേ ട്രിപ്പായിരുന്നു. അന്ന് തന്നെ തിരിച്ചു വന്നു കേട്ടോ. രാവിലെ ഒരു 5 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങി വീട്ടിൽ നിന്ന്. കൊക്കി ഇങ്ങനെ കാഴ്ചയും കണ്ട് കിടക്കാം കേട്ടോ, എവിടെയാണ് ഇത് ഞങ്ങൾ പോണേന്നൊക്കെ ആലോചിച്ചിട്ട്. അപ്പോൾ അവന് 2 months ആയിട്ടുള്ളൂ കേട്ടോ. അവനെ കൊണ്ട് വേറെ ശല്യമൊന്നുമില്ല കേട്ടോ, ഇങ്ങനെ മിണ്ടാതെ നല്ല കുട്ടിയായിട്ടൊക്കെ ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ ഞങ്ങളുടെ ലൊക്കേഷൻ കോട്ടയത്തുള്ള കൊട്ടപ്പാറ ഹിൽ ടോപ്പ് വ്യൂ ആയിരുന്നു കേട്ടോ. അത് അധികം ഫേമസ് ആയ ലൊക്കേഷനല്ല, എന്നാലും അതൊരു അവിടെ നിന്നുള്ള വ്യൂ ഒക്കെ അടിപൊളിയാണ് കേട്ടോ. നമുക്ക് അങ്ങനെ തിരക്കൊന്നുമില്ല അവിടെ. അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ മാപ്പിൽ കണ്ടപ്പോൾ അവിടെ പോയെന്നുള്ളൂ. പക്ഷെ അവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയായിരുന്നു. അങ്ങോട്ടുള്ള റോഡൊക്കെ കുറച്ച് മോശമായിരുന്നു കേട്ടോ. കുറച്ച് ചെറിയ വണ്ടിക്കൊക്കെയാണ് വേഗം അവിടെ എത്തിപ്പെടാൻ പറ്റുള്ളൂ. വലിയ കാറിനൊക്കെ പോകാൻ കുറച്ച് പണിയാണ്. അപ്പോൾ ഇതൊരു ഹൈക്കിംഗ് ഏരിയ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് ഉള്ളത് വള്ളിക്കോട് എന്നുള്ള സ്ഥലത്താണ് കേട്ടോ, കോട്ടയത്ത്. ഞങ്ങളപ്പോൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തോളൂ കേട്ടോ. ജസ്റ്റ് ആ വ്യൂ ഒക്കെ കണ്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നോക്കിയേ, അങ്ങനെ ഞങ്ങൾ ഹിൽ ടോപ്പിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അവിടുന്ന് വന്ന വഴിക്ക് ഞങ്ങൾ 2 കാറിലാണ് പോയത് കേട്ടോ. അപ്പോൾ ഒരു കാറിനൊരു ചെറിയൊരു പണി കിട്ടി. അപ്പോൾ അത് ഞങ്ങൾ കാണിക്കാൻ ഇങ്ങനെ വർക്ക്ഷോപ്പിൽ വെയിറ്റ് ചെയ്യണമായിരുന്നു കേട്ടോ. കുക്കിയാണെങ്കിൽ നല്ല ഉറക്കമായിരുന്നു. പിന്നെ അവിടെ കുറച്ച് നേരം ഞങ്ങൾ നിന്ന് കുക്കിക്ക് ഫുഡൊക്കെ കൊടുത്ത് പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് അടുത്ത ലൊക്കേഷനിൽ പോയത്. ഞാൻ എടുത്തുതരാം. പിന്നെ ഫുഡ് കഴിക്കുമ്പോഴാണ് ഡിസ്റ്റർബ് ചെയ്യണം. അപ്പോൾ ഞങ്ങളുടെ അടുത്ത ലൊക്കേഷൻ കോന്നി എക്കോ ടൂറിസം ആയിരുന്നു. അതെല്ലാവർക്കും അറിയാവുന്നതല്ലേ, എലിഫൻറ്റ് ട്രെയിനിങ് ഒക്കെ നടക്കുന്ന സ്ഥലമാണ്. ഇത് സ്ഥിതി ചെയ്യണത് പത്തനംതിട്ടയിലാണ്. ഇവിടുത്തെ മേജർ അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആനക്കൂടുണ്ട്. അതായത് ആനകളെ ട്രെയിൻ ചെയ്യാനൊക്കെ യൂസ് ചെയ്യണ ഒരു വുഡൻ കേജാണ്. പിന്നെ അവിടെ നമുക്ക് ചിൽഡ്രൻസ് പാർക്ക്, മ്യൂസിയം അങ്ങനെ സംഭവങ്ങളൊക്കെ കാണാം. ഇവിടെ ഡോഗ്സിനെ കയറ്റില്ല കേട്ടോ അവർ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് ഉള്ളിലോട്ട് കയറാൻ പറ്റിയില്ല. ഞങ്ങൾ 2ആയി സ്പ്ലിറ്റ് ചെയ്തു. ആദ്യം കുറച്ച് പേര് കയറി, അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ആൾക്കാർ കയറി, അങ്ങനെയാണ് ചെയ്തത്. ഇവിടെ റേറ്റ് അഡൾട്ടിന് 50 രൂപയും പിന്നെ പിള്ളേർക്ക് 20 രൂപയാണ് കേട്ടോ വന്നത്. ഇതിലല്ലേ നല്ല പേരുകളുണ്ടോ? കഴിഞ്ഞ വർഷം വന്നിരുന്നെങ്കിൽ കുഞ്ഞിതിനെ കൂട്ടിലാക്കി അമ്പലം ഇതാട്ടോ എലിഫൻറ്റ് മ്യൂസിയം. എൻ്റെ ഉള്ളിൽ നമുക്ക് കുറേ എലിഫൻറ്റ് റിലേറ്റഡ് കാര്യങ്ങൾ അറിയാൻ പറ്റും. അവരുടെ ഓരോ ഹിസ്റ്ററി, പിന്നെ അവർ യൂസ് ചെയ്യണ ഓരോ സാധനം, അങ്ങനെ കുറേ സംഭവം.
ഓക്കെ. ഈ ഒരു റൂമിൽ അവർ ഓരോ മൃഗത്തിൻ്റെയും പക്ഷികളുടെയും സൗണ്ടൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സ്ക്രീനിൽ ലൈറ്റ് കത്തുമ്പോൾ നമുക്ക് ആ ഒരു സൗണ്ടാണ് കേൾക്കുന്നത് ഇവിടെ. മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ആനകളെ കാണാം കേട്ടോ. അവിടെ തന്നെ കുറേ വർഷങ്ങളായി വളർത്തിക്കൊണ്ടിരിക്കുന്ന ആനകളാണ്. അതിൻ്റെ കൂടെ അവരുടെ പേരും വയസ്സും ഇവരെവിടെ നിന്നാണ് കിട്ടിയത് അതൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും കേട്ടോ. ഈ ഒരു ആനേനെ നിങ്ങൾ ചിലപ്പോൾ റീലിലും വേറെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇത് എപ്പോഴും ഇങ്ങനെ തല ആട്ടിക്കൊണ്ടിരിക്കും കേട്ടോ. അത് കാണാൻ തന്നെ ഒരു രസമാണ്. ഇത് ആർട്ട് ഗാലറി ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവിടെ അടുത്ത് തന്നെ ഒരു 3D തിയേറ്റർ ഉണ്ട്. അവിടെ ഞങ്ങൾ കയറിയില്ല കേട്ടോ. അവിടെ നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് പുറത്തുനിന്ന് അത് കണ്ടിട്ട് അങ്ങോട്ട് തിരിച്ചു പോയി. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അവിടെ അടുത്ത് തന്നെ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു. പിന്നെ കുക്കിക്കും ഫുഡ് കൊടുത്തു. കുക്കിയാണെങ്കിൽ ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ് കുക്കിക്ക്. എന്നിട്ട് ഞങ്ങൾ നെക്സ്റ്റ് ലൊക്കേഷനിലോട്ട് പോകാൻ കേട്ടോ. നെക്സ്റ്റ് ലൊക്കേഷൻ അടവി എക്കോ ടൂറിസം. ഇത് സ്ഥിതി ചെയ്യുന്നത് തണ്ണിത്തോട്, പത്തനംതിട്ട ജില്ലയിലാണ് കേട്ടോ. ഈ ഒരു പ്രൊജക്റ്റ് ലോഞ്ച് ചെയ്തത് കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനും പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും കൂടിയാണ് കേട്ടോ. കോന്നിന്ന് അടവിയിലേക്ക് പോകുന്ന ആ ഒരു ഫോറസ്റ്റ് റൂട്ടാണ് കേട്ടോ. അത് നല്ല അടിപൊളിയാണ് കേട്ടോ ആ ഒരു റൂട്ടിൽ ട്രാവൽ ചെയ്യാൻ. ഹൊക്കനക്കിൽ മാത്രം അവൈലബിൾ ആയിരുന്ന ഈ ഒരു കൊട്ടവഞ്ചി സവാരി ഈ കേരളത്തിലേക്ക് കൊണ്ടുവന്നത് അടവി എക്കോ ടൂറിസം ആണ് കേട്ടോ. പിന്നെ ഇവിടെ നമുക്ക് 30 മിനിറ്റ് റൈഡിന് ഇവർ ചാർജ് ചെയ്യണത് 500 രൂപയാണ് കേട്ടോ. അപ്പോൾ ഒരു വഞ്ചിയിൽ 4 പേർക്ക് ട്രാവൽ ചെയ്യാം, പ്ലസ് ഒരു കുട്ടിക്കും ട്രാവൽ ചെയ്യാം. പിന്നെ ഇവരുടെ തന്നെ എന്തോ ലോങ് റൈഡ് ഉണ്ട്. അത് നമ്മളൊന്നും അന്വേഷിച്ചില്ല, അതായത് റേറ്റ് എന്തോ കൂടുതലാണ്. ഞങ്ങളിപ്പോൾ 2 വഞ്ചിയിലാണ് കേട്ടോ പോണത്. പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് കുക്കീനെ അവർ അതിലോട്ട് കയറ്റില്ല എന്നുള്ളത്. അവിടെ കൗണ്ടറിൽ വെച്ച് അവരൊന്നും പറഞ്ഞിട്ടുണ്ടായില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ആദ്യം ഒരു ടീം പോയി, അത് കഴിഞ്ഞിട്ടാണ് അടുത്ത ആൾക്കാർ പോയത്. അപ്പോൾ കുക്കീനെ ഞങ്ങൾക്ക് കയറ്റാൻ പറ്റിയില്ല. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു ജാക്കറ്റൊക്കെ ഇടണം കേട്ടോ. എല്ലാരും നോക്കിയേ നോക്കിയേ
ഞാനെടുക്കാം. ആദ്യം ഇപ്പോൾ ഞങ്ങൾ പാരൻസിനെ വിട്ടു കേട്ടോ. അത് കഴിഞ്ഞിട്ടപ്പോൾ ഞങ്ങൾ ഇപ്പുറത്ത് കുറച്ച് സ്പേസ് ഉണ്ടായിരുന്നു, ഇങ്ങനെ നമുക്ക് നടക്കാനൊക്കെ പറ്റും. അങ്ങോട്ടേക്ക് കുറച്ച് നേരം പോയി അങ്ങനെ സ്പെൻഡ് ചെയ്തു. അപ്പോഴേക്കും അവർ തിരിച്ചു വന്നു. അവരെ കിട്ടല്ല, അവരെ കിട്ടുകൊണ്ടാണ് ഞാൻ വന്നണ്ട കിട്ടില്ല രസം. അയ്യോ. അപ്പോൾ കാട്ടിലൂടെ ഒഴുകുന്ന കല്ലാർ നദിയിലൂടെ നമുക്ക് ഇതേപോലെയുള്ള കൊട്ടവഞ്ചി യാത്ര എന്ന് പറയണത് ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. അവരൊരു സ്ഥലത്തെത്തുമ്പോൾ നമ്മളിങ്ങനെ കറക്കും. ആ സെയിം ഹൊക്കനക്കിൽ അതേപോലെ നമ്മൾ ചെയ്യും. അത് നല്ലൊരു അടിപൊളി ഫീലാണ് കേട്ടോ. ഇവിടുത്തെ വർക്കിംഗ് ടൈം എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ 8:30 തുടങ്ങി വൈകിട്ട് 5:30 വരെ കേട്ടോ. അപ്പോൾ എല്ലാവരും എന്തായാലും ഒരു 1 ഡേ ട്രിപ്പായിട്ട് ഇങ്ങോട്ട് വരാൻ ശ്രമിക്കുക, എൻജോയ് ചെയ്യുക. ഹായ്, നോക്കടാ. അപ്പോൾ ഇതാട്ടോ ഞങ്ങളുടെ ഫാമിലി. കുക്കിങ് ഇപ്പോൾ ഇതിലെ ഒരു പാർട്ടാണ്. എന്നാലും കുക്കീനെ കയറ്റിയില്ല എന്നുള്ളൊരു സങ്കടം ഉണ്ടായിട്ടോ. ബാക്കി എല്ലാവരും എൻജോയ് ചെയ്തു കേട്ടോ എല്ലാ സ്ഥലവും. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയതായി ആരെങ്കിലും എൻ്റെ വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ.